ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു അവർ സുവോളജി ക്ലാസ്. നമ്മൾ ബയോളജി ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന യൂണിറ്റിലെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മലേറിയ എന്ന് പറയുന്ന ഡിസീസിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മലേറിയ കോസ് ചെയ്യുന്ന പ്ലാസ്മോഡിയത്തിൻ്റെ ലൈഫ് സൈക്കിളൊക്കെ നമ്മൾ ഒന്ന് കവർ ചെയ്തു അല്ലേ. Okay, now we can discuss some common diseases and which are their causative agent and how it is transmitted and what all are the symptoms regarding that disease എന്നുള്ളത് കുറച്ച് ഒരു ടേബിൾ വൈസിൽ പോവാം. ഓക്കെ, ഫസ്റ്റ് ഇസ് ദ ഡിസീസ് നോൺ ആസ് ടൈഫോയിഡ് എന്ന് പറയുന്ന ഡിസീസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് വി നോ ദാറ്റ് ഇറ്റ് ഈസ് എ ബാക്ടീരിയൽ അല്ലേ. അതിന് കോസ് ചെയ്യുന്ന ഏജൻറ്റ് എന്ന് പറയുന്നത് ബാക്ടീരിയ ആണ്. ആൻഡ് വാട്ട് ഇസ് ദിസ് നെയിം? സാൽമോനെല്ല ടൈഫി. സാൽമോനെല്ല ടൈഫി is the bacteria which is responsible for the disease typhoid. And how it is transmitted? The pathogens enters the small intestine but by contaminated food and water and then the other parts through blood. ഓക്കെ, അപ്പോൾ ഈ സാൽമോനെല്ല ടൈഫി എന്ന് പറയുന്ന ബാക്ടീരിയ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പാത്തജൻ അല്ലേ, ആ ഡിസീസ് കോസിങ് ഓർഗാനിസം വളരെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ആൻഡ് വാട്ടറിൽ നിന്നാണ്, കണ്ടാമിനേറ്റ് ചെയ്തിട്ടുള്ള ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും ഒക്കെ നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തിപ്പെടും. അവിടുന്ന് എന്താണ് ബ്ലഡ് വഴി വേറെ എല്ലാ ഭാഗത്തോട്ടും എത്തും. അങ്ങനെയാണ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ആൻഡ് വാട്ട് ഓൾ ആർ ദ സിംറ്റംസ് ഓഫ് ടൈഫോയിഡിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? നല്ല പനി ഉണ്ടായിരിക്കും, ഹൈ ഫീവർ, വീക്ക്നെസ് ഉണ്ടായിരിക്കും, സ്റ്റൊമക്ക് പെയിൻ, കോൺസ്റ്റിപ്പേഷൻ, ഹെഡേക്ക്, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ എന്താണ് സിംറ്റംസ് ആണ്, സിംറ്റംസ് ഓഫ് ടൈഫോയിഡ്. ആൻഡ് ദിസ് ടൈഫോയിഡ് ക്യാൻ ബി കൺഫേം ബൈ വൈഡാൽ ടെസ്റ്റ്. ഓക്കെ, വൈഡാൽ ടെസ്റ്റിലൂടെയാണ് നമുക്ക് ടൈഫോയിഡ് കൺഫേം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ടൈഫോയിഡ്. ക്ലിയർ ആണോ ഈ കാര്യങ്ങളൊക്കെ? നമ്മൾ അതിൻ്റെ കോസറ്റീവ് ഏജൻറ്റ് എന്ന് പറയുന്നത് സാൽമോനെല്ല ടൈഫി എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടറിലൂടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തിയിട്ട് ബ്ലഡിലൂടെ ബാക്കി എല്ലാ ഭാഗങ്ങളിലോട്ട് എത്തും. എന്തായിരിക്കും? നല്ല പനിയും, എന്താണ് സ്റ്റൊമക്ക് പെയിൻ, കോൺസ്റ്റിപ്പേഷൻ, ഹെഡേക്ക്, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, വീക്ക്നെസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ സിംറ്റംസ് ആണ്. ഓക്കെ, നൗ വി ക്യാൻ മൂവ് ടു ദ സെക്കൻഡ് കോമൺ ഡിസീസ്, ദാറ്റ് ഇസ് ന്യൂമോണിയ. ന്യൂമോണിയ കോസ് ചെയ്യുന്ന ബാക്ടീരിയ ആണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ as well as Haemophilus influenzae. Okay, അപ്പോൾ Streptococcus pneumoniae and Haemophilus influenzae are responsible for the disease pneumonia in humans. Okay, അത് ഏത് ഭാഗത്തിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? ഇറ്റ് എഫക്ട്സ് ദ ആൽവിയോലൈ. നമ്മുടെ ലങ്സിലെ ആൽവിയോലൈനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു രോഗമാണ് ന്യൂമോണിയ എന്ന് പറയുന്നത്. ആൻഡ് ഹൗ ദിസ് ന്യൂമോണിയ ഇസ് ട്രാൻസ്മിറ്റഡ്? ന്യൂമോണിയ ഇൻഫെക്റ്റ് ചെയ്തിട്ടുള്ള ഒരാൾ റിലീസ് ചെയ്യുന്ന ഡ്രോപ്ലെറ്റ്സ് അല്ലെങ്കിൽ എയറോസോൾ, അതായത് നമുക്കറിയാമല്ലേ, ഒരു ഇൻഫെക്റ്റഡ് പേഴ്സണിൻ്റെ കഫിലൂടെയും സ്നീസ് ചെയ്യുമ്പോഴൊക്കെ എന്താണ് ധാരാളം ബാക്ടീരിയാസ് അല്ലേ, അതിൻ്റെ കണ്ടാമിനൻസ് അവിടെ അദ്ദേഹം റിലീസ് ചെയ്യുന്ന ഡ്രോപ്ലെറ്റ്സിലും എയറോസോളിലൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് വേറൊരാൾ ഇൻഹെയിൽ ചെയ്താൽ ദർ ഇസ് എ ചാൻസ് ടു ഗെറ്റ് ന്യൂമോണിയ. ഓക്കെ, അതുപോലെ തന്നെ ഇൻഫെക്റ്റഡ് പേഴ്സൺ യൂസ് ചെയ്തിട്ടുള്ള പാത്രങ്ങളും ഗ്ലാസസ് അങ്ങനെ ധാരാളം അവ യൂസ് ചെയ്തിട്ടുള്ളത് വേറൊരാളും യൂസ് ചെയ്യുമ്പോഴും ദർ ഇസ് എ ചാൻസ് ഫോർ കണ്ടാമിനേഷൻ, അല്ലെങ്കിൽ ബാക്ടീരിയ എന്താണ് നമ്മുടെ ശരീരത്തിനകത്തോട്ട് കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ഓക്കെ, ആൻഡ് വാട്ട് ഓൾ ആർ ദ സിംറ്റംസ് ഓഫ് ദിസ് ന്യൂമോണിയ? ഫീവർ, നല്ല പനി ഉണ്ടായിരിക്കും, ചിൽസ് അല്ലേ, വിറയലും, കഫ്, ഹെഡേക്ക്. ഇൻ സിവിയർ കേസസ് എന്താണ് നമ്മുടെ ലിപ്പിലും ഫിംഗർ നെയിൽസിലൊക്കെ എന്താണ് ഒരു ഗ്രേ ടു ബ്ലൂയിഷ് കളർ ആവാനുള്ള സാധ്യത വളരെ എന്താണ് സിവിയർ കേസിൽ അങ്ങനെയുള്ള ഒരു സാധ്യതയും കാണാറുണ്ട്. ഓക്കെ, ഫിംഗർ നെയിൽസും ലിപ്സൊക്കെ കുറച്ചൊരു ബ്ലൂയിഷ് ആയിട്ടുള്ള രീതിയിൽ കാണും. അല്ലാത്ത അവസ്ഥയിൽ നല്ല പനിയും ചില്ലും കഫും ഹെഡേക്കും ഒക്കെ ഉണ്ടായിരിക്കും. ദാറ്റ് ഓൾ അബൌട്ട് റിഗാർഡിംഗ് ദ സിംറ്റംസ് ഓഫ് ന്യൂമോണിയ. അപ്പോൾ ന്യൂമോണിയ കോസ് ചെയ്യുന്ന ബാക്ടീരിയാസ് ആണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ ആൻഡ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ. ക്ലിയർ ആണോ? ഓക്കെ, നൗ വി ക്യാൻ മൂവ് ടു ദ വൈറൽ ഡിസീസ്. വൈറസ് പരത്തുന്ന ഡിസീസാണ് ഒന്നാമത്. വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് കോമൺ കോൾഡ് അല്ലേ. നമ്മുടെ സാധാരണ നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന കോമൺ കോൾഡ് അല്ലെങ്കിൽ ജലദോഷം എന്ന് പറയാം. അപ്പോൾ അത് റൈനോ വൈറസ് ആണ് അവിടുത്തെ കോസറ്റീവ് ഏജൻറ്റ്. റൈനോ വൈറസസ് അത് കോസറ്റീവ് ഏജൻറ്റ് ഫോർ ദ ഡിസീസ് കോമൺ കോൾഡ്. അതെവിടെയാണ് എഫക്റ്റ് ചെയ്യുക? നമുക്കറിയാം ജലദോഷം എവിടെയാണ്? ഇറ്റ് ഇൻഫെക്ട്സ് അവർ നോസ് അല്ലേ, നമ്മുടെ മൂക്ക്, ആൻഡ് റെസ്പിറേറ്ററി പാസേജ്.
നോട്ട് ദ ലങ്സിനെ അഫക്റ്റ് ചെയ്യില്ല, പക്ഷെ നമ്മുടെ നേസൽ പാസേജ്, നോസ്, അവിടെയൊക്കെയാണ് നമുക്ക് കോമൺ കോൾഡിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരിക്കുക അല്ലേ. പക്ഷെ ലങ്സിൽ അതിൻ്റെ ബുദ്ധിമുട്ട് വരാറില്ല. ലങ്സിനെ അഫക്റ്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ന്യൂമോണിയ അല്ലേ, ന്യൂമോണിയ ആണ് ലങ്സിലോട്ട് വരിക. ഓക്കെ, ഇൻ ഹൗ ദിസ് കോമൺ കോൾഡ് ഇസ് ട്രാൻസ്മിറ്റഡ്, ഇറ്റ് സ്പ്രെഡ്സ് ബൈ ഇൻഹേലിംഗ് ഡ്രോപ്ലെറ്റ്സ് റിസൾട്ടിങ് ഫ്രം കഫ് ഓർ സ്നീസ്. നമ്മൾ പറഞ്ഞു കോമൺ കോൾഡ് ഉള്ള ഒരാൾ കഫും സ്നീസൊക്കെ ചെയ്യുമ്പോഴുണ്ടാവുന്ന ഡ്രോപ്ലെറ്റ്സ് ഇൻഹെയിൽ ചെയ്താൽ ദർ ഇസ് എ ഹൈ ചാൻസ് ടു ഗെറ്റ് കോമൺ കോൾഡ്. അതുപോലെ തന്നെ കണ്ടാമിനേറ്റഡ് ഒബ്ജക്ട്സിലൂടെ, ഓക്കെ, ഇൻഫെക്റ്റഡ് പേഴ്സൻ്റെ യൂസ് ചെയ്തിട്ടുള്ള കണ്ടാമിനേറ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ആ വൈറസ് കണ്ടാമിനേറ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്ട്സ് നമ്മൾ യൂസ് ചെയ്താലും ദർ ഇസ് എ ചാൻസ് ടു ഗെറ്റ് ദിസ് ഡിസീസ്. ഓക്കെ, ആൻഡ് വാട്ട് ആർ ദ സിംറ്റംസ്? നേസൽ കൺജഷൻ ആൻഡ് ഡിസ്ചാർജ് അല്ലേ. നമുക്കറിയാലോ ജലദോഷം ഉണ്ടാകുമ്പോഴുള്ള ബുദ്ധിമുട്ട് നിൽക്കാണ്ടല്ലേ, മൂക്കൊലിപ്പ് ഉണ്ടായിരിക്കും. അതുപോലെ സോർ ത്രോട്ട് അല്ലേ, തൊണ്ടയ്ക്ക് നല്ല വേദന ഉണ്ടാവാറില്ലേ. അതേപോലെ ഹൊയാസ്നെസ്, കഫ്, ഹെഡേക്ക്, ടയേർഡ്നെസ്, അതെല്ലാം എന്താണ് കോമൺ കോൾഡിൻ്റെ സിംറ്റംസ് ആണ്. ഇപ്പോൾ റൈനോ വൈറസ് കോസ് ചെയ്യുന്ന അല്ലേ, നോസിനും നേസൽ പാസേജിനും കോസ് ചെയ്യുന്ന ഒരു ഡിസീസാണ് കോമൺ കോൾഡ്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയാമല്ലേ, മൂക്കൊലിപ്പും അതുപോലെ നമ്മുടെ തൊണ്ടയ്ക്ക് നല്ല വേദന, ഹൊയാസ്നെസ് എന്നൊക്കെ പറഞ്ഞാൽ വോയിസിൻ്റെ ചേഞ്ചാണ്, നമുക്ക് ശബ്ദം അടക്കൂലേ, അല്ലെങ്കിൽ വോയിസിൽ ചേഞ്ച് ഉണ്ടായിരിക്കും. അതുപോലെ തലവേദനയും ടയേർഡ്നെസ്സും ക്ഷീണവും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ കോമൺ കോൾഡിനെ കുറിച്ച് പറയാനുള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ, നൗ വി ക്യാൻ മൂവ് ടു ദ പ്രോട്ടോസോവൻ ഡിസീസ്. പ്രോട്ടോസോവ ഓർഗാനിസം കോസറ്റീവ് ഏജൻ്റ് ആയിട്ടുള്ള 2 ഡിസീസസ് ആണ് മലേറിയ ആൻഡ് അമീബിയാസിസ്. മലേറിയ നമ്മൾ കുറച്ച് അല്ലേ കഴിഞ്ഞ ക്ലാസ്സിലൊന്ന് പറഞ്ഞു, പ്ലാസ്മോഡിയം ആണ് അവിടുത്തെ കോസറ്റീവ് ഏജൻറ്റ്. അതെങ്ങനെയാണ് ഇൻഫെക്റ്റ് ചെയ്യുക, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എങ്ങനെയാണ്? ഇൻഫെക്റ്റഡ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോയുടെ ബൈറ്റിലൂടെയാണ് നമുക്ക് മലേറിയ വരാനുള്ള സാധ്യത. ആൻഡ് വാട്ട് ഓൾ ആർ ദ സിംറ്റംസ് റിഗാർഡിങ് മലേറിയ? എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഫീവർ ഉണ്ടായിരിക്കും, ചിൽ, കഫ്, ഹെഡേക്ക്. ഇൻ സിവിയർ കേസസ് ലിപ്സ് ആൻഡ് ഫിംഗർ നെയിൽസ് മേ ടേൺ ഗ്രേ ടു ബ്ലൂയിഷ് ഇൻ കളർ. അതൊക്കെ എന്താണ് മലേറിയ എന്ന് പറയുന്ന അസുഖത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ആൻഡ് ദ സെക്കൻഡ് ഈസ് അമീബിയാസിസ്. ഓക്കെ, അത് കോസ് ചെയ്യുന്ന കോസറ്റീവ് ഏജൻ്റ് ആണ് എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക. അതും ഒരു പ്രോട്ടോസോവൻ ആണ്, എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക. അതെങ്ങനെയാണ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ? ഇൻഫെക്ഷൻ ടേക്സ് പ്ലേസ് ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. ഓക്കെ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ആൻഡ് വാട്ടറിലൂടെയാണ് അമീബിയാസിസ് എന്ന് പറയുന്ന രോഗം ഉണ്ടാവുന്നത്. ആൻഡ് ദ വെക്ടർ ഇൻവോൾവ് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസ് ഇസ് ഹൗസ് ഫ്ലൈസ്. അപ്പോൾ നമ്മൾ മലേറിയൻ്റെ കേസിൽ വെക്ടർ ആരായിരുന്നു? ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആയിരുന്നു വെക്ടറായിട്ട് ആക്ട് ചെയ്തിരുന്നത്. അതുപോലെ അമീബിയാസിസിൻ്റെ കേസിൽ നമ്മുടെ ഹൗസ് ഫ്ലൈസ് ആണ്. അപ്പോൾ വളരെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ആൻഡ് വാട്ടറിലൂടെയാണ് അമീബിയാസിസ് വരാനുള്ള സാധ്യത. ഓക്കെ, അപ്പോൾ ഹൗസ് ഫ്ലൈസ് ആണ് അവിടുത്തെ വെക്ടർ. അതിൻ്റെ സിംറ്റംസ് ആണ് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധമുണ്ടായിരിക്കും, അബ്ഡോമിനൽ പെയിൻ ആൻഡ് ക്രാംസ്. നമുക്ക് താഴെ വയറ്റിലല്ലേ അബ്ഡോമിനലിൽ പെയിൻ ആൻഡ് ക്രാംസ് ഒക്കെ ഫീൽ ചെയ്യും. അതുപോലെ സ്റ്റൂൾസ് വിത്ത് എക്സസ് മ്യൂക്കസ് ആൻഡ് ബ്ലഡ് ക്ലോട്ടും മ്യൂക്കസ് ഒക്കെ ഉള്ള സ്റ്റൂളായിരിക്കും ഉണ്ടായിരിക്കുക. ദാറ്റ് ഓൾ ആർ ദ സിംറ്റംസ് ഓഫ് അമീബിയാസിസ്. ഏതാണ് കോസറ്റീവ് ഏജൻറ്റ്? എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക. അവിടുത്തെ വെക്ടറാണ് ഹൗസ് ഫ്ലൈസ്. സോ ദിസ് ആർ ദ 2 disease that caused by protozoa. Okay, now we can move to some disease which was caused by worms. Worms ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ കോസ് ചെയ്യുന്ന 2 ഡിസീസുകളാണ് അസ്കാരിയാസിസ് ആൻഡ് ഫൈലാരിയാസിസ്. അസ്കാരിയാസിസ് ഉണ്ടാക്കുന്ന കോസറ്റീവ് ഏജൻ്റ് ആണ് അസ്കാരിയസ് ലുംബ്രിക്കോയിഡ്സ്. ഓക്കെ, ആൻഡ് എങ്ങനെയാണ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുക? അതായത് ഈ നമ്മുടെ വേംസിൻ്റെ പാരസൈറ്റിൻ്റെ എഗ്ഗ് ഓക്കെ എന്തിലുണ്ടായിരിക്കും? അത് ചില ഫുഡിലും വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും വാട്ടറിലൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതിലൂടെയാണ് നമുക്ക് കണ്ടാമിനേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വിച്ച് കണ്ടെയ്നിങ് ദ എഗ്സ് ഓഫ് പാരസൈറ്റ്. ഓക്കെ, അങ്ങനെയാണ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. പിന്നെ എന്താണ് ഇതിൻ്റെ സിംറ്റംസ്? സ്കാരിയാസിസിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടായിരിക്കും, മസ്കുലാർ പെയിൻ, ഫീവർ, അനീമിയ, ബ്ലോക്കേജ് ഓഫ് ദ ഇൻറ്റസ്റ്റൈനൽ പാസേജ്. അങ്ങനെ ഇൻറ്റസ്റ്റൈനൽ പാസേജ് ഒക്കെ ബ്ലോക്ക് ചെയ്യാനും ഇൻറ്റേർണൽ ബ്ലീഡിങ്ങിൻ്റെ സാധ്യത ഒക്കെ ഉണ്ട്, അനീമിയ ഉണ്ടാവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. സോ ദാറ്റ്സ് അബൌട്ട് അസ്കാരിയാസിസ്. ആൻഡ് വാട്ട് അബൌട്ട് ഫൈലാരിയാസിസ്? ഫൈലാരിയാസിസിന് നമ്മൾ എലിഫൻറ്റിയാസിസ് എന്നും പേര് പറയാറുണ്ട്. എലിഫൻറ്റിയാസിസ് കേട്ടിട്ടില്ലേ? അത് കോസ് ചെയ്യുന്ന ഓർഗാനിസമാണ് വുഷ്രേറിയ ബാങ്ക്രോഫ്റ്റി. ഓക്കെ,
അത് സ്പ്രെഡ് ചെയ്യുന്നത് ഫീമെയിൽ ക്യുലെക്സ് മോസ്കിറ്റോയിലൂടെയാണ്. അതിൻ്റെ ബൈറ്റിലൂടെയാണ്. ഫീമെയിൽ ക്യുലെക്സ് മോസ്കിറ്റോ ആണ് അവിടെ വെക്ടറായിട്ട് ആക്ട് ചെയ്യുന്നത്. എന്താണ് ഫൈലാരിയാസിസ് അല്ലെങ്കിൽ എലിഫൻറ്റിയാസിസ് എന്നറിയില്ലേ? ക്രോണിക് ഇൻഫ്ലമേഷൻ ആണ് അല്ലേ? ഒരു പരിധി വിട്ട് ഇൻഫ്ലെയിം ചെയ്യുക അല്ലേ? നമുക്ക് അത്തരത്തിലുള്ള ചില ആളുകളൊക്കെ കാണാൻ പറ്റാറുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഡയഗ്രാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ക്രോണിക് ഇൻഫ്ലമേഷൻ ആൻഡ് ഡിഫോർമേഷൻ ഓഫ് ദ ഓർഗൻസ്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഓർഗൻസിന് തന്നെ ഒരു ഡിഫോർമേഷൻ ഉള്ള പോലെ തോന്നും. ഒരു പരിധി വിട്ട ഇൻഫ്ലമേഷനുണ്ട്. ആൻഡ് ജെനിറ്റൽ ഓർഗൻസിനും വേറെയുള്ള ഭാഗങ്ങൾക്കൊക്കെ ഡിഫോർമേഷൻ ഫോം ചെയ്യാനും ക്രോണിക് ഇൻഫ്ലമേഷൻ വളരെയധികം മന്ത് അല്ലേ? അതാണ് ഫൈലാരിയാസിസ് അല്ലെങ്കിൽ എലഫൻറ്റിയാസിസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ കോസറ്റീവ് ഏജൻ്റ് ആണ് ബുഷ്രേറിയ പാൻക്രോഫ്റ്റി. ക്ലിയർ ആണോ? വേംസ് കോസ് ചെയ്യുന്ന രണ്ട് ഡിസീസസ്, അസ്കാരിയാസിസ് ആൻഡ് ഫൈലാരിയാസിസ്. Now we can move to disease which was caused by ഫംഗൽ ഇൻഫെക്ഷൻ അല്ലേ? അതുവഴി ഉണ്ടാവുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഇൻഫെക്ടീഷ്യസ് ഡിസീസാണ് ഹ്യൂമൻസിൽ കാണുന്നത്. റിംഗ് വേംസ് എന്ന് പറയും. റിംഗ് വേംസ്. ആൻഡ് വാട്ട് ഈസ് ദ കോസറ്റീവ് ഏജൻറ്റ്? റിംഗ് വേംസ് ഉണ്ടാക്കുന്ന ഏജൻ്റാണ് മൈക്രോസ്പോറം ട്രൈക്കോഫൈറ്റോൺ ആൻഡ് എപ്പിഡെർമോഫൈറ്റോൺ. ഓക്കെ, മൈക്രോസ്പോറം ട്രൈക്കോഫൈറ്റോൺ ആൻഡ് എപ്പിഡെർമോഫൈറ്റോൺ ആർ റെസ്പോൺസിബിൾ ഫോർ റിംഗ് വേംസ്. ഇപ്പോൾ റിംഗ് വേം വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഇൻഫെക്ടീഷ്യസ് ഡിസീസാണ്. ഇനി എങ്ങനെയാണ് അതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ? ജനറലി അക്വയർഡ് ഫ്രം സോയിൽ ഓർ ബൈ യൂസിങ് ടവൽസ്, ക്ലോത്ത്സ് ഓർ ഈവൻ ദ കോംബ് ഓഫ് ഇൻഫെക്റ്റഡ് ഇൻഡിവിജ്വൽസ്. ഓക്കെ, അപ്പോൾ റിംഗ് വേം എഫക്റ്റ് ചെയ്തിട്ടുള്ള ഇൻഡിവിജ്വൽസ് യൂസ് ചെയ്തിട്ടുള്ള പല ഒബ്ജക്ട്സും, ഇപ്പോൾ ടവൽസ്, അവർ യൂസ് ചെയ്തിട്ടുള്ള ടവൽസ്, അതുപോലെ അവരുടെ ക്ലോത്ത്, ഈവൻ കോംബ്, മുടി വാർന്നിട്ടുള്ള കോമ്പ് വരെ, അത് അല്ലെങ്കിൽ ജനറലി സോയിലിനാണ് അങ്ങനത്തെ ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത. റിംഗ് വേമൊക്കെ സോയിൽ നിന്നാണ് കിട്ടുക, അല്ലെങ്കിൽ ഇൻഫെക്റ്റ് ചെയ്തിട്ടുള്ള ഹ്യൂമൻ ബീങ്സ് യൂസ് ചെയ്തിട്ടുള്ള യൂട്ടൻസിൽസിലൂടെയും കിട്ടും. ക്ലിയർ ആണോ? ആൻഡ് വാട്ട് ഈസ് ഇറ്റ് സിംറ്റംസ്? റിംഗ് വേം എന്ന് പറയുന്ന ഡിസീസിൻ്റെ സിംറ്റംസ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സ്കിന്നിൽ വളരെ ഡ്രൈ ആയിട്ടുള്ള, വളരെ സ്കെയിലി ആയിട്ടുള്ള ലീഷൻസ് കാണാൻ പറ്റും വേരിയസ് പാർട്സ് ഓഫ് അവർ ബോഡി, സച്ച് ആസ് സ്കിൻ, നെയിൽസ്. അവിടെയൊക്കെ നമ്മുടെ സ്കിന്നിൻ്റെ പല ഭാഗങ്ങളിലും നെയിൽസിലൊക്കെ ആയിട്ട് കുറേ ലീഷൻസ് കാണാൻ പറ്റും. നമുക്ക് പൊതുവേ അറിയാം അല്ലേ, ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ തന്നെ ലീഷൻസ് ആണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ റിംഗ് വേം എന്ന് പറയുന്ന ഇൻഫെക്ടീഷ്യസ് ഡിസീസിൻ്റെ സിംറ്റംസ്. ലീഷൻസ്, dry and scaly lesions which was appearing on various parts of our body such as skin and nails. Okay, അതാണ്. അപ്പോൾ ഫംഗൽ കോസറ്റീവ് ഏജൻ്റ് ആയിട്ടുള്ള ഡിസീസാണ് റിംഗ് വേം. So we have come across through various diseases which was very common in human beings അല്ലേ? വളരെ കോമൺ ആയിട്ട് കാണുന്ന ടൈഫോയിഡ്, ന്യൂമോണിയ, കോമൺ കോൾഡ്, അസ്കാരിയാസിസ്, ഫൈലാരിയാസിസ്, റിംഗ് വേംസ്, അങ്ങനെ ധാരാളം ഡിഫറെൻ്റ് ആയിട്ടുള്ള കോസറ്റീവ് ഏജൻസ് ഉണ്ടാക്കുന്ന രോഗങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. സോ ഹൗ വി ക്യാൻ പ്രിവെൻറ്റ് ആൻഡ് കൺട്രോൾ ദിസ് ഡിസീസ് എന്നുള്ളത് വളരെ ചുരുക്കത്തിൽ എങ്ങനെ പറയാം? നമ്മളിപ്പോൾ പഠിച്ചപ്പോഴെന്നെ മനസ്സിലാക്കി, കുറേ ഡിസീസ് കോസ് ചെയ്യുന്നത് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടറിലൂടെയാണ് അല്ലേ? അപ്പം ആ രീതിയിൽ നമ്മൾ അത്തരത്തിലുള്ള ഫുഡ് ആൻഡ് വാട്ടറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഏജൻസിനെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കണം. മീൻസ് നമ്മുടെ ഫുഡ് ആൻഡ് വാട്ടർ കണ്ടാമിനേറ്റഡ് അല്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയണം. അത്തരത്തിലുള്ള ഒരു ഹൈജീൻ ആയിട്ടുള്ള ഒരു ഫുഡ് ഹാബിറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ കണ്ടൂലേ, ടൈഫോയിഡും അമീബിയാസിസും അസ്കാരിയാസിസും ഒക്കെ അത്തരത്തിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ആൻഡ് വാട്ടറിലൂടെയാണ് നമ്മളിലോട്ട് എത്തുന്നത്. അപ്പം അത് നമ്മൾ നോക്കിയാൽ, പ്രിവെൻറ്റ് ചെയ്താൽ നമുക്കൊരു പരിധി വരെ ഈ രോഗങ്ങളൊക്കെ തടയാൻ പറ്റും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇസ് പേഴ്സണൽ ഹൈജീൻ അല്ലേ? അത് നമ്മൾ ഫസ്റ്റിൽ തന്നെ പറഞ്ഞിരുന്നു, പേഴ്സണൽ ഹൈജീൻ ഉണ്ടായിരിക്കണം. കീപ്പിംഗ് ദ ബോഡി ക്ലീൻ അല്ലേ? നമ്മുടെ ബോഡി എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കണം. അതുപോലെ കൺസംഷൻ ഓഫ് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ, ഫുഡ്, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്. അപ്പം നമ്മളെപ്പോഴും ബോഡിയൊക്കെ ക്ലീൻ ആയിട്ടായിരിക്കണം. അതുപോലെ നമ്മൾ ഉള്ളിലോട്ട് അല്ലേ കൺസംഷൻ കഴിക്കുന്ന ഫുഡും വെള്ളവും വെജിറ്റബിൾസും ഫ്രൂട്ടും ഒക്കെ വളരെ ക്ലീൻ ആണ് എന്ന് ഉറപ്പ് വരുത്തണം. മീൻസ് അതൊന്നും കണ്ടാമിനേറ്റഡ് അല്ല, അതൊന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഒന്നും ഇല്ലാത്തതാണ് എന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ അതൊക്കെ പേഴ്സണൽ ഹൈജീനിൻ്റെ ഭാഗമാണ്. നമ്മൾ അത്തരത്തിൽ ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇൻഫെക്ഷനൊന്നും വരാണ്ട് നോക്കുക. ഇൻഫെക്റ്റഡ് ആവുമെന്ന്
ഉറപ്പുള്ള സ്ഥലങ്ങളിൽ പോവാണ്ടിരിക്കുക, നമ്മുടെ ബോഡി എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കുക, ഭക്ഷണം കണ്ടാമിനേറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഭക്ഷണങ്ങളൊക്കെ അടച്ചു വെക്കണം എന്നൊക്കെ പറയും തുറന്ന് വെക്കരുത്. അതുപോലെ വാങ്ങിച്ചിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചാൽ നന്നായിട്ട് വാഷ് ചെയ്യണം, നന്നായിട്ട് ഒരുപാട് തവണ വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് പേഴ്സണൽ ഹൈജീൻ. ഓക്കെ, അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി പേഴ്സണൽ ഹൈജീനും മാത്രം പോരാ, പബ്ലിക് ഹൈജീനും ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ഒരു പരിധി വരെ എല്ലാ രോഗങ്ങളെയും തടയാൻ പറ്റുന്നത്. പബ്ലിക് ഹൈജീനിൽ എന്തൊക്കെ വരും? പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ആൻഡ് എക്സ്ക്രീറ്റ. നമ്മുടെ എക്സ്ക്രീറ്റയും വേസ്റ്റും ഒക്കെ പ്രോപ്പർലി ഡിസ്പോസ് ചെയ്യണം. നമ്മൾ അവിടെ ഇവിടെയും കാര്യങ്ങൾ വലിച്ചെറിയുന്നതും പബ്ലിക് പ്ലേസസിൽ നമ്മൾ ലാട്രിൻ യൂസ് ചെയ്യുന്നതൊക്കെ ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഹാബിറ്റ്. ഓക്കെ, അതൊക്കെ ഒരു പബ്ലിക് ഹൈജീനിൻ്റെ ഭാഗമാണ്, അങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത്. ഓക്കെ, ദെൻ പീരിയോഡിക് ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്ഷൻ ഓഫ് വാട്ടർ റിസർവോയർസ്, പൂൾസ്, അതുപോലെ തന്നെ ടാങ്കുകൾ, അതൊക്കെ എന്താണ് കൃത്യമായിട്ട് ഡിസിൻഫെക്ഷൻ നടത്തണം, പീരിയോഡിക് ആയിട്ട് നടത്തണം. എന്നും ഒന്ന് ചെയ്യാൻ പറ്റില്ലെങ്കിലും കൃത്യമായിട്ട് ഇടവേളകളിൽ നമ്മൾ വെള്ളത്തിന് ഡിസിൻഫെക്റ്റ് ചെയ്യണം. അത്തരത്തിലുള്ള വാട്ടർ സോഴ്സസ് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം, റിസർവോയർസും ടാങ്കും പൂളൊക്കെ. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് ഓഫ് ഹൈജീൻ ഇൻ പബ്ലിക് കാറ്ററിങ്ങിൽ നമ്മൾ ഒരു നല്ലൊരു പ്രാക്ടീസ് ഉണ്ടായിരിക്കണം, സ്റ്റാൻഡേർഡൈസ്ഡ് പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. അതുപോലെ നമ്മൾ പറഞ്ഞു ഇപ്പോൾ ന്യൂമോണിയയും കോമൺ കോൾഡൊക്കെ എങ്ങനെയാണ് ഇൻഫെക്റ്റഡ് പേഴ്സൺസിൻ്റെ ഡ്രോപ്ലെറ്റ്സിൽ നിന്നൊക്കെയാണ് കിട്ടുക എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള എയർബോൺ ഡിസീസ്, ന്യൂമോണിയ പോലെയുള്ള കോമൺ കോൾഡ് പോലെയുള്ള എയർബോൺ ഡിസീസിനെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഇൻഫെക്റ്റഡ് പേഴ്സൺസിനെ അവരിൽ നിന്നും നമ്മൾ അകന്നു നിൽക്കണം. മാക്സിമം അവരുമായിട്ടുള്ള കോണ്ടാക്റ്റ് നമ്മൾ ഒഴിവാക്കണം. അത്തരത്തിലുള്ള ഇൻഫെക്റ്റഡ് പേഴ്സൺ ആണ് നമ്മളെങ്കിൽ വി ഷുഡ് നമ്മളൊരു ഐസൊലേഷനിൽ നിൽക്കാൻ നമ്മൾ സന്നദ്ധരാവണം. അപ്പോൾ നമ്മൾ COVID-19 ഒക്കെ ആ രീതിയിലാണ് ചെയ്യുന്നത് അല്ലേ, എയർബോൺ ഡിസീസ് എന്നുള്ള രീതിയിലായി മാറിയിട്ടുണ്ട്. സോ നമ്മൾ പേഷ്യൻസ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ക്വാറന്റീനിൽ ഇരുത്തുകയാണ്. അതുപോലെ ഇൻഫെക്റ്റഡ് പേഴ്സൺ ആണെങ്കിൽ ഐസൊലേറ്റ് ചെയ്യണം, അവരുമായിട്ടുള്ള കോണ്ടാക്റ്റ് മാക്സിമം അവോയ്ഡ് ചെയ്യണം. ഓക്കെ, സോ വി ക്യാൻ കൺട്രോൾ ദിസ് എയർബോൺ ഡിസീസസ്. അതുപോലെ വെക്ടർ ബോൺ ഡിസീസ് നമ്മൾ പറഞ്ഞു, അത് മലേറിയയും ഫൈലാറിയാസിൻ്റെയും ഡെങ്കി, ചിക്കുൻഗുനിയ, അതിലൊക്കെ ഒരുപാട് വെക്ടേഴ്സ് ഉണ്ട്, ഇൻസെക്ട് വെക്ടേഴ്സ് ഉണ്ട് അല്ലേ. മോസ്കിറ്റോസും ചിലതിൽ ഹൗസ് ഫ്ലൈസൊക്കെ വെക്ടേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ അത്തരത്തിലുള്ള വെക്ടർ ബോൺ ഡിസീസിനെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് അതിനെയും പ്രിവെൻറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, അത്തരത്തിലുള്ള വെക്ടേഴ്സിനെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യണം, അതിനുള്ള മെഷേഴ്സൊക്കെ നമ്മൾ വീടുകളിൽ സ്വീകരിക്കണം. ഓക്കെ, സോ വി ക്യാൻ കൺട്രോൾ ദാറ്റ് ഡിസീസസ്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ പബ്ലിക് ഹൈജീനിൽ വരുന്നത്. അപ്പോൾ നമ്മൾ വെക്ടർ ബോൺ ഡിസീസിനെ ശ്രദ്ധിക്കുമ്പോൾ വെക്ടേഴ്സിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ നോക്കാൻ അവരുടെ ബ്രീഡിംഗ് പ്ലേസും നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം അല്ലേ. നമുക്കറിയാം ഇൻസെക്ട്സൊക്കെ അവർക്ക് ബ്രീഡിംഗ് പ്ലേസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചില മെഷേഴ്സ് എടുക്കണം. ഫോർ എക്സാമ്പിൾ സ്റ്റാഗ്നേഷൻ അല്ലേ, വെള്ളം കെട്ടി നിൽക്കുന്നത് മാക്സിമം ഒഴിവാക്കണം. നമ്മൾക്കറിയാം മോസ്കിറ്റോസ് പൊതുവേ അല്ലേ സ്റ്റാഗ്നന്റ് വാട്ടറിലാണ് അവരുടെ ബ്രീഡിംഗ് പ്ലേസ്, അതിൽ മുട്ടയിടാനും ധാരാളം പെറ്റുപെരുകാനൊക്കെയുള്ള സാധ്യത ഉണ്ട്. സോ അവോയ്ഡ് സ്റ്റാഗ്നേഷൻ ഓഫ് വാട്ടർ. ഓക്കെ, ആൻഡ് റെഗുലർ ക്ലീനിങ് ഓഫ് ഹൗസ് ഹോൾഡ് കൂളേഴ്സ്, നമ്മുടെ ഹൗസ് ഹോൾഡ് കൂളേഴ്സൊക്കെ റെഗുലറായിട്ട് ക്ലീൻ ചെയ്യണം. മോസ്കിറ്റോ നെറ്റ് യൂസ് ചെയ്യണം മാക്സിമം. അതുപോലെ ഇൻട്രൊഡ്യൂസ് ലാവിവോറസ് ഫിഷസ് ലൈക്ക് ഗാംബ്യൂസിയ ഇൻ പോണ്ട്. നമ്മുടെ പോണ്ടുകളിൽ കുളങ്ങളിലൊക്കെ ധാരാളം ഇത്തരത്തിലുള്ള വെക്ടേഴ്സ് ബ്രീഡിംഗ് പ്ലേസ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ലാവിവോറസ് ആയിട്ടുള്ള ഫിഷസ് ആണ് അല്ലേ, അതിൻ്റെ ലാർവ, മോസ്കിറ്റോസിൻ്റെയും ഹൗസ് ഫ്ലൈസിൻ്റെ ഒക്കെ ലാർവനെ കഴിക്കുന്ന ചില ഫിഷസ് ഉണ്ട്. ഇപ്പോൾ ഗാംബൂസിയൊക്കെ ഒരു എക്സാമ്പിളാണ്. അത്തരത്തിലുള്ള ഫിഷസിനെയൊക്കെ നമ്മളെ പോണ്ടുകളിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ വി ക്യാൻ കൺട്രോൾ, കാരണം അത് ലാവേനെ കഴിക്കുമ്പോൾ വി ക്യാൻ കൺട്രോൾ ദർ പോപ്പുലേഷൻ. ഓക്കെ, അതുപോലെ തന്നെ സ്പ്രേയിങ് ഓഫ് ഇൻസെക്ടിസൈഡ്സ് ഇൻ ഡിച്ചസ്, ഡ്രെയിനേജ് ആൻഡ് സ്വാമ്പ്, അവിടെയൊക്കെ നമുക്ക് ഇൻസെക്ടിസൈഡ്സ് സ്പ്രേ ചെയ്യാം, ഡ്രെയിനേജിലും സ്വാമ്പിലും. കാരണം അവിടെയൊക്കെ അല്ലേ വലിയൊരു ബ്രീഡിംഗ് പ്ലേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ഇൻസെക്റ്റിൻ്റെ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇൻസെക്ടിസൈഡ്സ് സ്പ്രേ ചെയ്യാം. അതുപോലെ ഡോർസ് ആൻഡ് വിൻഡോസ് ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് വയർ മെഷ് ടു പ്രിവെൻറ്റ് എൻട്രി ഓഫ് മോസ്കിറ്റോസ്. നമ്മുടെ വീടിനകത്തൊക്കെ അല്ലേ നമുക്കറിയാം ഒരു സന്ധ്യാസമയമൊക്കെ ആകുമ്പോഴേ ദർ ഇസ് എ വെരി ചാൻസ് ടു അല്ലേ നമ്മുടെ മോസ്കിറ്റോസൊക്കെ വീടിനകത്തേക്ക് കയറാനുള്ള സാധ്യത ധാരാളം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡോറിലും വിൻഡോസിൻ്റെ ഒക്കെ അവിടെ വയർ മെഷ്, മാക്സിമം നെറ്റ് പോലെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ മോസ്കിറ്റോസിൻ്റെ എൻട്രീനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ആ രീതിയിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരുപാട് വെക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും.
ഓക്കെ. പിന്നെ എന്താണ് നമുക്കൊരു മെഷർ എടുക്കാൻ പറ്റുക? വാക്സിനേഷൻ നടത്താം. വാക്സിനേഷൻ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ ഫോർ ഡിസീസ് ലൈക്ക് ന്യൂമോണിയ, അതുപോലെ പോളിയോ, ടെറ്റനസ്, ഡിഫ്തീരിയ പോലെയുള്ള മാരക രോഗങ്ങൾക്കൊക്കെ എന്താണ് നമുക്ക് ഇമ്മ്യൂണൈസേഷൻ കൊടുക്കാം അല്ലേ, കുത്തിവെപ്പ് നടത്താം, വാക്സിൻസ് കൊടുക്കാം. അപ്പോൾ വാക്സിനേഷനും ഇമ്മ്യൂണൈസേഷനും വലിയൊരു റോള് വഹിക്കുന്നുണ്ട് ഇൻ ഓർഡർ ടു പ്രിവെൻറ്റിങ് ദിസ് സം സോർട്ട് ഓഫ് ഡിസീസ് ലൈക്ക് പോളിയോ അല്ലേ, പോളിയോ പോലെയുള്ള ന്യൂമോണിയ പോലെയുള്ള ഡിസീസുകളെയൊക്കെ നമുക്ക് തടയാൻ പറ്റും. അപ്പം നമ്മൾ വളരെ കുറച്ച് മെഷേഴ്സുകൾ മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വളരെ കോമൺ ആയിട്ടുള്ളൊരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ യു ക്യാൻ ആഡ് യുവർ ഓൺ പോയിന്റ്സ് അല്ലേ. നിങ്ങൾക്ക് തന്നെ ധാരാളം കാര്യങ്ങൾ ഓരോ അസുഖങ്ങൾ പ്രിവെൻറ്റ് ചെയ്യുന്നതിൽ പറയാൻ പറ്റും. അതിൽ കോമൺ ആയിട്ട് നമ്മൾ കുറച്ച് ഹെഡിങ്ങിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഇൻസെക്ട് വെക്ടേഴ്സും വഴി ഉണ്ടാവുന്നതിന് നമുക്ക് അവരുടെ ബ്രീഡിംഗ് പ്ലേസ് മാക്സിമം അവോയ്ഡ് ചെയ്യുന്ന, എലിമിനേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള മെഷേഴ്സ്, പിന്നെ പബ്ലിക് ഹൈജീൻ ആൻഡ് അതിനെക്കാട്ടിലൊക്കെ ഉപരി പേഴ്സണൽ ഹൈജീൻ ആൻഡ് ഓൾസോ അലോങ് വിത്ത് ദാറ്റ് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ നടത്തുക, വാക്സിനേഷനൊക്കെ പ്രോപ്പറായിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുക. ആ രീതിയിലും നമുക്ക് ഒരുപാട് രോഗങ്ങളൊക്കെ തടയാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയോ ഈ കാര്യങ്ങളൊക്കെ? So we can wind up by this portion. The other portion will be covered on next class. That's all for today. Thank you.